ഇന്നത്തെ എൻ്റെ വീഡിയോയെ പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. പാവയ്ക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പലർക്കും അറിയാം. എന്നാലും അതിൻ്റെ കയ്പ്പ് കാരണം കഴിക്കാൻ മടിക്കുന്നവരാണ് പലരും. എന്നാൽ നമുക്ക് ഇന്ന് പാവയ്ക്ക ഒട്ടും കയ്പ്പില്ലാതെ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് കാണാം. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനേ പാവയ്ക്ക വേണം, ഒരു പിടി ഉള്ളി ചതച്ചത് വേണം, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, മുളക് ചതച്ചത് വേണം, കറിവേപ്പില വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങൾ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടീസ്പൂൺ മതി. സാധാരണ നമ്മളൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒന്നിലെ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി മുളക് മൂപ്പിച്ച് അതിലേക്ക് പച്ചക്കറി ചേർക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ആദ്യം നമുക്ക് പാവയ്ക്കയാണ് വാട്ടിയെടുക്കേണ്ടത്. പാവയ്ക്ക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പാവയ്ക്ക ഈ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷമേ നമുക്ക് ഉള്ളി മുളക് ചതച്ചതോ മുളക് പൊടിയോ ചേർക്കാവൂ. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉപ്പും ചേർന്ന് ഇങ്ങനെ ഇതിൻ്റെ വെള്ളം വറ്റി വരുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയത് പാവയ്ക്കയാണെന്നേ അറിയില്ല. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, പക്ഷേ വീട്ടിലെല്ലാവർക്കും അത് കഴിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കുട്ടികൾക്കും ഇത് കൊടുക്കാം. കുട്ടികൾ നന്നായി കഴിച്ചോളും. പാവയ്ക്ക നന്നായി വഴണ്ടി വരണം കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് ഇതിൻ്റെ നിറം പതുക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. ആ സമയത്ത് നമുക്ക് ഉള്ളി ചേർക്കാവൂ. പിന്നെ ഒരു കാര്യം, പാവയ്ക്ക മൂടി വയ്ക്കരുത്. ഇങ്ങനെ തുറന്നിട്ട് തന്നെ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറ് മാറ്റിയെടുക്കണം. അപ്പോൾ അതെ പാവയ്ക്ക വഴന്ന് വെന്തിട്ടുണ്ട്. കളറ് ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. പാവയ്ക്ക നന്നായി വെന്തിട്ടുണ്ട്. ശ്രദ്ധിക്കാനുള്ളത് മൂടി വയ്ക്കുകയും ചെയ്യരുത്. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊന്നും വേണമെന്നില്ല. ഉള്ളി കുറച്ച് കൂടുതൽ എടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയിലെ വെള്ളമൊക്കെ വറ്റി നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുമ്പോൾ ഉള്ളൊരു ഇതിലേക്ക് വരും. ഉള്ളി ഒരു പാതി വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ചതച്ച മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. ചിലർ മുളക് പൊടി ചേർക്കില്ല, അല്ലെങ്കിൽ ഈ ഉണക്കമുളകിൻ്റെ പൊടി ഉണക്കമുളക് ചതച്ചത് ചേർക്കില്ല. അവർക്ക് പച്ചമുളകായിരിക്കും ഇഷ്ടം. പച്ചമുളക് ചേർക്കുന്നവരാണെങ്കിൽ പാവയ്ക്ക് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും വേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കുക. നമ്മളിപ്പോൾ ഇതിന്നൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയാൽ നമുക്ക് നേരിയ കയ്പ്പുണ്ടാവും. ചൂടോടെ കഴിക്കരുത്. ചൂടായതിനു ശേഷം കഴിച്ച് നോക്കി കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കനത്ത കയ്പ്പ് അങ്ങോട്ട് മാറി നേരിയൊരു കയ്പ്പ് ചിലപ്പോൾ അതൊന്നും തോന്നില്ല, നമുക്ക് അത്രയും മാറി കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാവും. പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പാകം മതി. ഇനിയും മൊരിക്കണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ കിടന്ന് പാവയ്ക്ക ഒന്നും കൂടെ മൊരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്നും കൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ see you.